നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം 4th സെമസ്റ്ററിലെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിൽ മൊഡ്യൂൾ 1C ആയിട്ടുള്ള മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് ആവറേജ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലെ ഇൻഡിവിജ്വൽ സീരീസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള രണ്ട് മെത്തേഡും പറഞ്ഞിരുന്നു. ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. അതിലും രണ്ട് മെത്തേഡ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഷോർട്ട് കട്ട് മെത്തേഡും ഉണ്ട്. അപ്പം നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് ഇപ്പം നമുക്ക് മാർക്ക് മാത്രം തരികയോ അല്ലെങ്കിൽ ഇൻകം മാത്രം തരികയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഐറ്റം മാത്രം തന്നാൽ അതിനെ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് എന്നാണ് പറയുന്നത്. ഇപ്പം മാർക്ക് തന്നിട്ട് ഓരോ മാർക്കും കിട്ടിയ കുട്ടികളുടെ എണ്ണവും കൂടി തരികയാണെങ്കിൽ, അതായത് മാർക്കും നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതുപോലെ തന്നെ ഇൻകം തന്നിട്ട് അത് കിട്ടുന്ന എംപ്ലോയീസിന്റെ എണ്ണം തന്നാൽ, അങ്ങനെയൊക്കെ തന്നാൽ അതിനെ പറയുന്ന പേരാണ് ഡിസ്ക്രീറ്റ് സീരീസ്. അപ്പൊ എങ്ങനെ ഡിസ്ക്രീറ്റ് സീരീസ് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? നമുക്ക് ഇപ്പൊ മാർക്കായാലും ഇൻകം ആയാലും അത് തരും, അതിന്റെ കൂടെ അത് ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ ആ മാർക്ക് കിട്ടുന്ന ആൾക്കാരുടെ എണ്ണവും കൂടി തരും. അങ്ങനെ രണ്ട് ഐറ്റംസ് തന്നാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ക്രീറ്റ് സീരീസ്. അപ്പൊ നോക്കിക്കേ, നമ്മളുടെ ഡിസ്ക്രീറ്റ് സീരീസിലെ ഡയറക്റ്റ് മെത്തേഡ് വഴി അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് മീൻ ഇസ് ഇക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ. അപ്പൊ നോക്കിയേ, ഇവിടെ ഒരു എഫ് നമ്മളുടെ ഇൻഡിവിജ്വൽ സീരീസിനകത്ത് സിഗ്മ എക്സ് ബൈ എൻ ആണെങ്കിൽ ഇവിടെ എന്ത് വന്നു? സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്ന് വന്നു. കാരണം എന്താണ്? നമുക്കിവിടെ മാർക്കും നമ്പർ ഓഫ് സ്റ്റുഡൻസും തരികയാണെങ്കിൽ അതിലെ മാർക്കിനെ നമ്മൾ എക്സ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും, ആ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെയാണ് നമ്മൾ എഫ് അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ മാർക്കും ആ മാർക്ക് ഏൺ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണവും തരും. അപ്പൊ ആ കുട്ടികളുടെ എണ്ണം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി അല്ലെങ്കിൽ എഫ് എന്ന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നിരിക്കുന്ന മാർക്കിനെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതുക, തന്നിരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിന് എഫ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. അതിനുശേഷം നമ്മൾ എഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് എ ഇൻറ്റു എക്സ് ആണ് എഫ് എക്സ്. അപ്പൊ ഇവിടെ എക്സിന്റെ കോളത്തിൽ ഇപ്പൊ ഒരു 10 തന്നിട്ടുണ്ട്, അത് 2 ആണ് എഫ് എങ്കിൽ നമ്മൾ ഇത് തമ്മിലൂടെ ഗുണിച്ചിട്ട് എന്ത് ചെയ്യുക? 20 എന്ന് എഴുതുക. അപ്പൊ എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ എക്സിനെ നമ്മൾ എഴുതുക, അതിനുശേഷം ഫ്രീക്വൻസി എഴുതുക, ദെൻ എഫ് എക്സും തമ്മിൽ ഗുണിച്ച് നമ്മൾ എഴുതുക. അതിനുശേഷം നമുക്ക് ഈ എഫ് എക്സ് എല്ലാം കിട്ടിയതിന് ശേഷം ആ എഫ് എക്സിന്റെ ടോട്ടൽ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ആ ടോട്ടലിനെയാണ് ഇവിടെ സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞ് എഴുതേണ്ടത്. അതിനുശേഷം എഫിന്റെ ടോട്ടൽ, ഇവിടെ എണ്ണം അല്ല നോക്കേണ്ടത്, എഫിന്റെ ടോട്ടലാണ് ഇവിടുത്തെ എൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റം അല്ല, നമ്മുടെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ ആണ് ഇവിടുത്തെ എൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇവിടെ എഫും എക്സും തമ്മിൽ ഗുണിച്ച എഫ് എക്സിന്റെ ടോട്ടലും പിന്നെ എഫിന്റെ ടോട്ടലാണ് ഇവിടുത്തെ എൻ. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ ആവറേജ് കിട്ടും. അപ്പൊ നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നോക്കിയേ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. അവിടെ ഇൻകവും നമ്പർ ഓഫ് പേഴ്സൺസ്, അതായത് വരുമാനവും ഓരോ വരുമാനവും കിട്ടുന്ന ആൾക്കാരുടെ എണ്ണവുമാണ് തന്നിരിക്കുന്നത്. നോക്കിയേ, 220 എന്ന് പറയുന്ന ഇൻകം കിട്ടുന്ന 5 പേരുണ്ട്, 250 രൂപ വരുമാനമായിട്ട് കിട്ടുന്ന 10 പേരുണ്ട്, 300 രൂപ കിട്ടുന്ന 15 പേരുണ്ട്, 370 രൂപ വരുമാനമുള്ള 7 പേരുണ്ട്, 450 രൂപ കിട്ടുന്ന 3 പേര്, 500 രൂപ കിട്ടുന്ന 10 പേര്. ഇങ്ങനെയാണ്. ഇതാണ് എന്തെന്ന് പറയുക? ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ആൻസർ ആയിട്ട് ചെയ്യുമ്പം ഈ ഇൻകത്തിനെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ. എത്രയൊക്കെയാണ്? 220, 250, ദെൻ 300, 370, 450, 500. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. തന്നിരിക്കുന്ന ഇൻകത്തെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇനി നമ്പർ ഓഫ് പേഴ്സൺസ് നമ്മൾ എഫ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. 5, 10, 15, 7, 3, 10. ഓക്കെ, ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഈ എഫ് എക്സും തമ്മിൽ ഗുണിച്ച് എഴുതുക. അതാണ് എന്ത്? എഫ് എക്സ്. ഗുണിച്ച് എഴുതുമ്പോൾ ഫസ്റ്റ് 220 × 5 1100, അടുത്തത് 2500, അടുത്തത് 4500, ദെൻ അടുത്തത് 2590, ദെൻ അടുത്തത് 1350, ദെൻ 5000. അപ്പൊ നമ്മളുടെ 3 സ്റ്റെപ്പ് കഴിഞ്ഞു. ആദ്യം എക്സ് എടുത്തെഴുതി, എഫ് എടുത്തെഴുതി, എഫ് എക്സ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ എഫ് എക്സിനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കാം. അങ്ങനെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഈ ടോട്ടൽ എന്ന് പറയുന്നത് 17040 വരും.
അതായത് ഈ 1100, 2500, 4500, 2590, 1350, 5000 ഇത്രയും എമൗണ്ടും കൂടെ കൂട്ടുക. കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? സിഗ്മ എഫ് എക്സ് കിട്ടി അല്ലെ? എഫ് എക്സിന്റെ ടോട്ടൽ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ എഫിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. എഫിന്റെ ടോട്ടൽ ആണ് എന്തെന്ന് പറയുക? എൻ എന്ന് പറയുന്നത്. അങ്ങനെ എഫിന്റെ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 50 എന്നും. അപ്പൊ ഇവിടുത്തെ എൻ എന്ന് പറഞ്ഞ എന്താണ്? നമ്മുടെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ ആണ്. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 50 ആണ് കിട്ടുന്നത്. അപ്പൊ അത് എടുക്കാവൂ, അല്ലാതെ ഇവിടുത്തെ എണ്ണമല്ല എൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കാം. ഇക്വേഷൻ എന്താണ്? മീൻ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ. നോക്കിയേ, ഈ എഫ് എക്സ്, സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1740 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദെൻ എൻ എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പോൾ വെട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 340.8. അതായത് 1740 എന്ത് ചെയ്യുക? 50 കൊണ്ട് ഹരിക്കുക. ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 340.8 കിട്ടും. ഇതാണ് എന്തെന്ന് പറയുന്നത്? മീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മൾ ചെയ്യേണ്ട എന്താണ്? ഇവിടെ തെറ്റിപ്പോകുന്ന പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ എൻ ആണ്. എൻ എഫിന്റെ ടോട്ടൽ ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ എഫ് എക്സ് കണ്ടുപിടിച്ച് എഫ് എക്സിന്റെ ടോട്ടലും മനസ്സിലാക്കിയാൽ നമുക്ക് ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഇത്രയുമാണ് എന്തെന്ന് പറയാം, ഡിസ്ക്രീറ്റ് സീരീസിന്റെ ഡയറക്റ്റ് മെത്തേഡ്. ഇനി അടുത്ത നമുക്കുള്ള എന്താണ്? ഷോർട്ട് കട്ട് മെത്തേഡ് ആണ്. നമുക്ക് അത് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.